ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ലിബാൻ സാറാണ്. വെൽക്കം ടു കാറ്റലിസ്റ്റ്. ഇന്ന് +1 അക്കൗണ്ടൻസിയിലെ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ട്രയൽ ബാലൻസ്, എന്താണ് ട്രയൽ ബാലൻസ്, ഒരു ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. നിങ്ങൾക്കറിയില്ലേ, ഡിഫറെൻറ്റ് ലെഡ്ജേഴ്സ് ഉണ്ടാവും. പർച്ചേസ്, സെയിൽസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ദെൻ സെയിൽസ് റിട്ടേൺ, സാലറി. അങ്ങനെ ഒരു ബിസിനസ്സിൽ ഒരുപാട് ലെഡ്ജേഴ്സുകൾ ഉണ്ടാകും. ഈ ലെഡ്ജേഴ്സിനൊക്കെ ബാലൻസ് ഉണ്ടാവില്ലേ? അതെ, ഓരോ ലെഡ്ജേഴ്സിനും ബാലൻസ് ഉണ്ടാവും. ചില ബാലൻസ് സീറോ ആയിരിക്കും. അതെങ്ങനെയാണ് സാറേ ബാലൻസ് സീറോ ആവുക? ഞാനൊരു പാർട്ടിക്ക് കടത്തിന് സാധനം വിറ്റു, അഥവാ ഒരു വിനോദ് എന്ന് പറഞ്ഞ ഒരാൾക്ക് 5000 രൂപയ്ക്ക് കടത്തിന് സാധനം കൊടുത്തു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം 1500 രൂപ തന്നു. ഇപ്പോൾ അയാൾ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? 500. അയാൾ 2000 സാധനങ്ങൾ വാങ്ങി, എന്നിട്ട് 1500 രൂപ തന്നൂല്ലേ? 500 ബാലൻസ് ഇല്ലേ? ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അയാൾ 500 രൂപ തന്നു. ഇനി അയാൾ അക്കൗണ്ട് ബാലൻസ് എത്ര? 0 ആണ്. സോ അങ്ങനത്തെ ലെഡ്ജറുകൾക്ക് എന്തുണ്ടാവില്ല? ബാലൻസ് ഉണ്ടാവില്ല. ചില ലെഡ്ജറിന് എന്തുണ്ടാകും? ബാലൻസ് ഉണ്ടാകും. സോ അങ്ങനെ ബാലൻസ് ഉള്ള ലെഡ്ജറുകളുടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, ഈ ബാലൻസ് ഉള്ള ലെഡ്ജർ, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഇത് രണ്ടിൻ്റെയും ടോട്ടൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഷോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ബാലൻസസ് ഓഫ് ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർഡ് വിത്ത് എ വ്യൂ ഓഫ് ചെക്കിംഗ് ദ അരിത്മെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ അരിത്മെറ്റിക്കൽ അക്യുറസി മീൻസ് പ്ലസ് മൈനസ് കാൽക്കുലേഷൻസ് അറിയില്ലേ? അപ്പോൾ ലെഡ്ജറൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണമല്ലേ? സോ അങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് ആണോ, പ്ലസും മൈനസും ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം, അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്തി, ലയബിലിറ്റീസ് മീൻസ് ബാധ്യത. ഈ ലയബിലിറ്റീസിന് കൂടെ ഇൻകം ഉണ്ടാകും, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടാകും. എന്താ സാറേ, ഇൻകം ലയബിലിറ്റി അല്ലല്ലോ? പക്ഷേ ഇത് മൂന്നും ഒരു സെറ്റാണ്. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ 3 ഐറ്റംസ് ആണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റും അതുപോലെ തന്നെ എക്സ്പെൻസ് ആണെങ്കിൽ അതിനെന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ 2 ഐറ്റത്തിന് ഡെബിറ്റ് ബാലൻസാണ്. സോ നമ്മൾ ആദ്യം ചെയ്യണത് എന്താ? താഴെ കാണുന്ന കുറേ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട് അല്ലേ? ഈ ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസുകൾ എന്താ, ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നോക്കാം. പർച്ചേസ് എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ? സെയിൽസ് റിട്ടേൺ, സെയിൽസ് ഇൻകം അല്ലേ? അപ്പോൾ സെയിൽ റിട്ടേൺ ഇൻകത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സെയിൽസ് ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻകത്തിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെപ്റ്റർ അസറ്റാണ്, അസറ്റ് എന്തായാലും ഡെബിറ്റ് ബാലൻസ് അല്ലേ? സെയിൽ ഇൻകം ആണ്, ഇൻകത്തിന് എന്താ? ക്രെഡിറ്റ് ബാലൻസാണ്. ക്യാപിറ്റൽ ഓൾറെഡി ക്യാപിറ്റൽ അല്ലേ? അതിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സൺട്രി ക്രെഡിറ്റർ, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. ക്യാഷ് അസറ്റ് അല്ലേ? ഡെബിറ്റ് ബാലൻസാണ്. മെഷീനറി അസറ്റാണ്, അപ്പോൾ എന്താ? ഡെബിറ്റ് ബാലൻസ് ആണ്. ഫർണിച്ചർ അസറ്റാണ്, അതിനും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇത് 2 സൈഡിൽ റെക്കോർഡ് ചെയ്ത് നോക്കാം അല്ലേ? 2 സൈഡിൽ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. സോ എങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്? വളരെ സിമ്പിളാണ്. 3 കോളം. എത്ര മക്കളെ? 3 കോളം. 1 ക്രെഡിറ്റ്, 2 ഡെബിറ്റ്, ലെഡ്ജർ അക്കൗണ്ട്സ്. സോ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, ട്രയൽ ബാലൻസ് ഒരു ഡേറ്റിലേക്കാണ് പ്രിപ്പയർ ചെയ്യുക, ഒരു പീരീഡിലേക്കല്ല, ഒരു ഡേറ്റിലേക്ക്. സോ ട്രയൽ ബാലൻസ് 31/3/2021. സോ 31/3/2021. ഇവിടെ എന്താ? ലെഡ്ജർ, ഡെബിറ്റ്, ക്രെഡിറ്റ്. സോ നമുക്ക് ആദ്യം ലെഡ്ജേഴ്സ് ചെയ്താം. എന്തൊക്കെയാണ്? പർച്ചേസ്, സെയിൽസ് റിട്ടേൺ. എന്താണ്? പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, ഡെപ്റ്റേഴ്സ്. സോ പർച്ചേസ് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്, 60,000. സോ ഡെബിറ്റ് സൈഡിൽ എഴുതുക. രണ്ടാമതായിട്ട് എന്താ? സെയിൽസ് റിട്ടേൺ 3000. അതും ഡെബിറ്റ് ബാലൻസ് അല്ലേ? അതെ, സെയിൽസ് റിട്ടേൺ 3000, അതും ഡെബിറ്റ് സൈഡിൽ എഴുതി. അടുത്ത ഐറ്റം ഡെപ്റ്റർ 24,500. അത് ഉറപ്പാണ് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെപ്റ്റർ 24,500 ഡെബിറ്റ് ബാലൻസ്, അസറ്റാണല്ലോ, നിങ്ങൾക്കറിയില്ലേ? സെയിൽസ് 89,400. ഇൻകം ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ സെയിൽസ് 89,400 ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അടുത്തത് ക്യാപിറ്റൽ 1,00,000. അതും ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? സോ 1,00,000 ക്യാപിറ്റൽ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ എഴുതാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ടേക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരണ്ടല്ലോ. ഇൻഷുറൻസ് പ്രീമിയം 5,600 ഡെബിറ്റ് ബാലൻസ് അല്ലേ? സോ 5,600 ഇൻഷുറൻസ് പ്രീമിയം. ഇനി എന്താ? ക്രെഡിറ്റർ 14,700. സോ സൺട്രി ക്രെഡിറ്റർ 14,700.
അടുത്തായിട്ട് എന്താ മക്കളെ, ക്യാഷ് ഇൻ ഹാൻഡ് 19,000, ഡെബിറ്റ് സൈഡ് അല്ലേ, ഡെബിറ്റ് സൈഡ് 19,000 ക്യാഷ്. നെക്സ്റ്റ് ക്യാഷ് കഴിഞ്ഞാൽ എന്താ മക്കളെ, മെഷീനറി 75,000 ഡെബിറ്റ്, മെഷീനറി 75,000 അതെന്താ അസറ്റാണോ, അതും ഡെബിറ്റ് സൈഡിലേ വരുള്ളൂ, അത് ഷുവറാണ്. ഫർണിച്ചർ 17,000 അത് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ 17,000 ഫർണിച്ചർ. ഓക്കെ അല്ലേ. സോ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവാം. രണ്ട് സൈഡ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. 89 99 99 103 104 700 2,00,000 2,04,100. ഇവിടെ നോക്കാം, ഇവിടെ 4,100 ഉണ്ടാവുമോ, ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. 14,700 അല്ലേ, ആ ഓക്കെ നോക്കാം. 60 കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് തന്നെ 100 60 60 80 80 90 90 100 170 170 170 182 191 191 199 2,00,000 അയ്യോ പിന്നെ തെറ്റുമോ, 90 100 204 2,04,100 കൊണ്ട് രണ്ട് സൈഡും കറക്റ്റ് ആയില്ലേ. 60 63 87 87 500 88 93 93 102 103 112 112 117 187 194 204 204 100 കറക്റ്റ് 2,04,100 കണ്ടോ, രണ്ട് സൈഡും ഈക്വൽ ആയത്. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ആകെ അറിയേണ്ട കാര്യം എന്താ, ഐറ്റംസുകൾ അസറ്റാണോ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ ക്യാപിറ്റൽ ആണോ ലയബിലിറ്റി ആണോ നോക്കുക. പിന്നെ കൺഫ്യൂഷൻ വരുന്ന ഐറ്റംസ് എന്താ അറിയോ, ഡ്രോയിങ്സ് എന്താ ഡെബിറ്റാ, ക്യാപിറ്റൽ ക്രെഡിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ്. സെയിൽസ് ക്രെഡിറ്റ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്താണ് ഡെബിറ്റാ. പർച്ചേസ് എന്താണ് ഡെബിറ്റ്, അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും ക്രെഡിറ്റ് ആയിരിക്കും. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർമ്മയിലാണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസി ആയില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ഒരൊറ്റ പോയിന്റ് കൂടിയും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നെന്താണ്, ഒന്ന് ടു അസർട്ടൈൻ ദ അരിത്മെറ്റിക്കൽ അക്യുറസി, നമ്മുടെ അരിത്മെറ്റിക്കൽ അക്യുറസി ലെഡ്ജർ അക്കൗണ്ട്സിൽ നോക്കണം. 2 എറേഴ്സ് ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി. 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ക്രിസ്മസ് എക്സാമിൽ കാണാം. അതിലേക്കും ബൈ.